ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയും സുധീഷും ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അഡ്വക്കേറ്റ് നിധിയും സുധീഷും കോർട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നിധിയോട് തന്റെ പ്രണയം പറയാൻ സുധീഷ് ശ്രമിക്കുന്നുവെങ്കിലും അതിന് കഴിയുന്നില്ല. തുടർന്ന് വീട്ടിലേക്ക് വന്ന സുധീഷ് തലവേദനയാണെന്ന് പറഞ്ഞ് റൂമിനകത്ത് കയറി വാതിലടയ്ക്കുകയാണ്. ഹരീഷും നികേഷും സുഭാഷും ഭക്ഷണം കഴിച്ച് ഉറങ്ങാനായി കിടക്കാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് വന്ന സുധീഷ് പറയുന്നു, കണ്ടില്ലേ, തലവേദനയാണെന്ന് പറഞ്ഞ് ഞാൻ പോയി കിടന്നപ്പോൾ തലവേദന മാറിയോന്ന് ആരും ചോദിച്ചില്ല, കഴിച്ചോന്നും ചോദിച്ചില്ല. നിങ്ങളെല്ലാവരും നന്നായി കഴിച്ച് ഉറങ്ങാൻ റെഡിയായി. അപ്പൊ ഹരീഷ് പറയുകയാണ്, സുധീഷേട്ടാ, ഈ വീട്ടിൽ അങ്ങനെ ആരും ആരോടും ഒന്നും ചോദിക്കാറില്ലല്ലോ. ഞങ്ങള് തലവേദനയാണെന്ന് പറഞ്ഞു കിടന്നാൽ സുധീഷേട്ടൻ ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ നികേഷ് പറയുകയാണ്, എനിക്ക് പനി വന്നപ്പോൾ സുധീഷേട്ടൻ എന്നെ തനിച്ചാക്കിയിട്ട് പുറത്തു പോയില്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഓ അത് ശരിയാണല്ലോ, ഞാനൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. എല്ലാവരും ക്ഷമിക്കും. നിങ്ങളുടെയൊക്കെ വയറ് നിറങ്ങില്ലേ, ഇനി ഉറങ്ങിക്കോ. പ്രണയം തുറന്നു പറയാനായി ഞാൻ നിധിയെയും കൂടി ബീച്ചിൽ പോയില്ലേ, അതെന്തായി? പറഞ്ഞോ ഇല്ലയോ? നിങ്ങൾ ആരെങ്കിലും എന്നോട് ഒരു വാക്ക് ചോദിച്ചോ? അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ ടെൻഷനായിട്ടിരിക്കുന്നത് കൊണ്ട് സുഭാഷ് ഏട്ടൻ ഒന്നും ചോദിക്കാതിരുന്നത്. സുധീഷ് ഏട്ടൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനും കഴിച്ചില്ല. ശരിയാണോ സുഭാഷ് ഏട്ടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, അതേടാ, നീ വന്ന ഉടനെ തലവേദനയാണെന്ന് പറഞ്ഞു പോയി കിടന്നല്ലേ. അപ്പോഴേ മനസ്സിലായി നല്ലതൊന്നും നടന്നിട്ടില്ലാന്ന്. അതുകൊണ്ടാ ഞാനൊന്നും ചോദിക്കാഞ്ഞത്. നീ ഇരിക്ക്, ഞാൻ നിനക്ക് ഭക്ഷണം എടുത്തോണ്ട് വരാം. അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, കഴിച്ചിട്ട് കിടന്നാ മതി. വേണ്ട സുഭാഷ് ഏട്ടാന്ന് സുധീഷ് പറയുന്നുവെങ്കിലും സുഭാഷ് ഭക്ഷണം എടുക്കാനായി പോവുകയാണ്. തുടർന്ന് ഭക്ഷണവുമായി സുധീഷിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് സുഭാഷ്. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ, ബീച്ചിൽ എന്താ നടന്നത്? ഏട്ടത്തിയോട് സുധീഷ് ഏട്ടന്റെ പ്രണയം തുറന്നു പറഞ്ഞോ? നിന്നോട് ആരാടാ ഇത് പറഞ്ഞത്? സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടനാണെന്ന് പറയുകയാണ് നികേഷ്. അപ്പൊ സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനൊന്നും രഹസ്യമായിട്ട് വെക്കാൻ അറിയില്ലേ? അപ്പൊ സുഭാഷ് പറയുന്നു, നീ ഇത് കഴിക്ക്, നീ കൈ കഴുകിയില്ലല്ലോ, ഞാൻ വാരി തരാം. അങ്ങനെ സുഭാഷ് സുധീഷിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടൻ പറഞ്ഞോ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ പറയണമെന്ന് കരുതി കൂട്ടിക്കൊണ്ട് പോയതാ. അവിടെ വെച്ച് എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിരുന്നു. അവനൊരു പെണ്ണിന്റെ കൂടെ ബീച്ചിൽ വന്നതാ. അവര് തമ്മിൽ വലിയ വഴക്കായിരുന്നു. അവന്റെ അവസ്ഥ എന്റെ അവസ്ഥ പോലെ തന്നെയായിരുന്നു. ആ പെണ്ണിനോട് പ്രണയം പറയാൻ കൂട്ടിക്കൊണ്ട് വന്നതാ. അവൾ അവനെ പറയാത്തതൊന്നുമില്ല. അവന് നല്ലൊരു ജോലിയില്ല, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. നിധിയെ പോലെ ഒരു പെണ്ണിന്റെ അടുത്ത് അവൻ പ്രപ്പോസ് ചെയ്തു. അവന്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പെണ്ണ. അവൻ അവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ നിന്നെ ഫ്രണ്ടായിട്ടാ കാണുന്നത്. എന്നെ പ്രപ്പോസ് ചെയ്യാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? നീ ഫ്രണ്ടായിട്ടൊക്കെ, പക്ഷെ പ്രണയിക്കാൻ പറ്റില്ല എന്ന് പോയിന്റ് ആയിട്ട് അവൾ പറഞ്ഞു. അവരെ ഒരുമിപ്പിക്കാമെന്ന് കരുതി ഞാൻ അവരുടെ ഇടയിൽ കയറി സംസാരിച്ചു. പെട്ടെന്ന് നിധിയും സംസാരിക്കാൻ തുടങ്ങി. ആ പെണ്ണ് പറയുന്ന കറക്റ്റ് എന്ന് പറഞ്ഞ് നിധി ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ ഒരാളെ എങ്ങനെയാ കല്യാണം കഴിക്കുകയെന്ന് നിധി ചോദിച്ചു. അവിടെ വെച്ച് ഞാൻ തീർന്നു. പിന്നെ എങ്ങനാ ഞാൻ എന്റെ പ്രണയം തുറന്നു പറയുക? കോർട്ടിലേക്ക് പോകുന്ന കാര്യം പറയാൻ വേണ്ടിയാണ് നിധിയെ ബീച്ചിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് നിധിയെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ എന്റെ പ്രണയം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ പെണ്ണ് ചോദിച്ചതുപോലെ നിധി എന്നോട് ചോദിച്ചേനെ, എന്നെ പ്രപ്പോസ് ചെയ്യാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളെന്ന്. ഭാഗ്യത്തിന് ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് വിട് സുധീഷ് ഏട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് പറയണ, സുധീഷ് ഏട്ടൻ പറഞ്ഞാണോ എന്ന് വിചാരിച്ചു. അപ്പൊ സുഭാഷ് പറയണ, സുധീഷ് നീ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. അപ്പൊ സുധീഷ് പറയണ, ഒന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല. 5 ഡയലോഗ്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അനുകൂലമായി ഒന്നും നടക്കുന്നില്ല. അപ്പൊ സുഭാഷ് പറയുന്നു, എല്ലാം ശരിയാകൂടാ സുധീഷ്. ദേ നോക്ക്, നമുക്കുള്ളതാണെങ്കിൽ നമ്മളെ വിട്ട് ഒരിക്കലും പോകില്ല. അപ്പൊ സുധീഷ് പറയണ, നമുക്കുള്ളതാണെങ്കിലല്ലേ കിട്ടൂ, നമുക്കുള്ളതാണോന്ന് അറിയില്ലല്ലോ. അങ്ങനെ സുധീഷ് കണ്ണീര് തുടയ്ക്കുമ്പോൾ സുഭാഷ് പറയുന്നു, നീ ഇത് കഴിക്ക്. അപ്പൊ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടനെ എന്തോ ഒരു എരി ഇത് ചേർത്തിരിക്കുന്നത്, എരി കാരണം കണ്ണു നിറയുന്നു. ശരി, വെള്ളം കുടിക്കാന്ന് പറഞ്ഞ് സുഭാഷ് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. ഹരീഷും സുഭാഷും നികേഷും വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ഇതും കൂടി കഴിക്കുന്നു പറഞ്ഞ് സ്നേഹത്തോടുകൂടി സുഭാഷ് സുധീഷിന് വാരി കൊടുക്കുകയാണ്. സുധീഷ് കണ്ണീര് തുടയ്ക്കുന്നു. തുടർന്ന് രാവിലെ വളരെ വിഷമത്തോടുകൂടി കോർട്ടിലേക്ക് പോകാനായി ഒരുങ്ങി ഹോളിലിരിക്കുകയാണ് സുധീഷ്. അവിടേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി റെഡിയായോ? അപ്പൊ നിധി പറയണ, നികേഷ് ഞാൻ ഇന്ന് ഓഫീസിലേക്ക് ലേറ്റ് ആയിട്ടാ പോകുന്നത്, കോർട്ടിലേക്ക് പോകണ്ടേ. ഇത് കേട്ടി ടെൻഷനോടുകൂടി സുധീഷിനെ നിധിയെ നോക്കുകയാണ് നികേഷും ഹരീഷും. അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, നികേഷ് നീ ഹരീഷിന്റെ ഒപ്പം പോ. അപ്പൊ ഹരീഷ് പറയണ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാടാ. ഇത് കേട്ട് നികേഷ് പറയണ, വേണ്ട ഹരീഷ് ഏട്ടാ, ഞാൻ തനിച്ചു വെക്കോളാം, ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞ് നിധി റൂമിലേക്ക് പോകുന്നു. സുധീഷിന്റെ അരികിലേക്ക് ഇരുന്ന ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടാ, സുധീഷ് ഏട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ സുധീഷ് പറയണ, മനസ്സിലാകുന്നു, ഒന്ന് പോടാ. അപ്പൊ ഹരീഷ് പറയണ, എല്ലാം ശരിയാകും. അങ്ങനെ ഹരീഷ് സുധീഷിന്റെ ദേഹത്തേക്ക് കൈവയ്ക്കുമ്പോൾ സുധീഷ് പറയണ, കൈ എടുക്കടാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലും. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടാ, ഞാൻ നികേഷിനെ ബസ് സ്റ്റാൻഡിലാക്കിയിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോകും, വാടാന്ന് പറഞ്ഞ നികേഷിനെയും കൂട്ടി ഹരീഷ് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഫോണും ബാഗും ഒക്കെ എടുത്ത് അവിടേക്ക് വന്ന നിധി പറയുന്നു, സുധീഷ് നമുക്ക് പോകാം. സുധീഷ് കേൾക്കാത്ത രീതിയിൽ നിൽക്കുമ്പോൾ നിധി പറയുകയാണ്, സുധീഷിനോട് ചോദിച്ചത് നമുക്ക് പോകാന്ന്, കോർട്ടിലേക്ക് പോകണ്ടേ? അപ്പൊ സുധീഷ് പറയുന്നു, പോകാൻ നിധി, ഒരു 2 മിനിറ്റ് മുഖം ഒന്ന് കഴുകിയിട്ട് വരാം. ശരി എന്നാ നിധി പറയുമ്പോൾ സുധീഷ് അകത്തേക്ക് പോവുകയാണ്. വിഷമത്തോടുകൂടി സുഭാഷ് പറയുന്നു, എനിക്ക് വളരെ വിഷമമുണ്ട് മോളെ. എന്തിനാ സുഭാഷ് ഏട്ടാന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, നിങ്ങൾ രണ്ടുപേരും കോർട്ടിലേക്ക് പോകുന്നത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പൊ നിധി പറയണ, അതിലെന്താ സുഭാഷ് ഏട്ടാ, ഇപ്പം
കോർട്ടിലേക്ക് പോകുന്നതും ഡിവോഴ്സ് വാങ്ങുന്നതും ഒക്കെ ഒരു സാധാരണ കാര്യമല്ലേ? അപ്പൊ സുഭാഷ് പറയണ്ട, മറ്റുള്ളവരുടെ കാര്യം എന്തിനാ നമ്മൾ നോക്കുന്നത്? നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യമല്ലേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മോളും സുധീഷും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്കറിയാം നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടന്ന സാഹചര്യം വേറെയാണെന്ന്. എന്നാലും കാലത്തിന്റെ പോക്കില് നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചേനെ. ഇത് കേട്ട് നിധി സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, നിധി എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇതെന്റെ ആഗ്രഹമാണ്. എന്റെ അനുജന് മോളെ പോലെ ഒരു നല്ല പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, നിങ്ങള് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണണമെന്നൊക്കെയുള്ളത് എന്റെ ആഗ്രഹമല്ലേ? അപ്പൊ നിധി പറയണ, സുഭാഷേട്ടാ അത് ശരിയാകില്ല. വാതിലിന്റെ അരികിലേക്ക് വരുന്ന സുധീഷ് അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. നിധി പറയുന്നു, എനിക്ക് സുധീഷിനോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല. ഒരു ദിവസം പോലും ഞാൻ സുധീഷിനെ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. സുധീഷിനും അങ്ങനെ തന്നെയാ, എന്നോട് അങ്ങനെയുള്ള ഒരടുപ്പവും ഇല്ല. സുധീഷും ആഗ്രഹിക്കാതെ നടന്ന കല്യാണമാണിത്. എന്നെ സഹായിക്കാൻ വേണ്ടിയാ സുധീഷ് എന്നെ കല്യാണം കഴിച്ചത്. ആ കുരുക്കിൽ നിന്നും സുധീഷിനെ പുറത്തു കൊണ്ടുവരണ്ടേ? അതല്ല നിധി, ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാലെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയണം, പ്ലീസ് സുഭാഷ് ഏട്ടാ, ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. സുഭാഷ് ഏട്ടൻ ഒരിക്കൽ പോലും എന്നെ നിർബന്ധിച്ചിട്ടില്ല, ഈ കാര്യത്തിലും എന്നെ നിർബന്ധിക്കരുത്. സുധീഷിന് നല്ലൊരു പെണ്ണിനെ കിട്ടും, അതിന് ഞാൻ മാറിക്കൊടുത്തല്ലേ പറ്റൂ. ഇതെല്ലാം കേട്ട് കണ്ണീര് തുടച്ച് അവിടേക്ക് വന്ന സുധീഷ് പറയുന്നു, പോകാൻ നിധി. അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടാ ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഭഗവാന്റെ മുന്നിലേക്ക് വന്ന നിധി പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടണം. ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ എത്രയും പെട്ടെന്ന് പുറത്തു കടക്കണം. സുഭാഷും കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്. സുധീഷ് വിഷമത്തോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുന്നു. സുഭാഷ് പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ ഈ കുട്ടികൾക്ക് ഡിവോഴ്സ് കിട്ടരുത്, എത്രയും പെട്ടെന്ന് ഇവര് പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കണം. പോയിട്ട് വരാൻ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ സുധീഷിനെയും കൂട്ടി നിധി അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് വളരെ വിഷമത്തോടുകൂടി അവര് പോകുന്നത് നോക്കി നിൽക്കുന്നു. തുടർന്ന് ഓട്ടോയിൽ കോർട്ടിലേക്ക് വരികയാണ് നിധിയും സുധീഷും. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ സുധീഷും നിധിയും ചുറ്റും നോക്കുകയാണ്. അവിടെ വലിയ തിരക്കാണ്. സുധീഷ് പറയുന്നു, എന്താ ഇവിടെ ഇത്രയും തിരക്ക്? നിധി, ഈ കൂട്ടത്തിനിടയിൽ നിന്നും എങ്ങനെ നമ്മൾ അഡ്വക്കേറ്റിനെ കണ്ടെത്തുക? അപ്പൊ നിധി പറയണ, ഞാൻ ഫോൺ വിളിച്ചു നോക്കട്ടെ. അങ്ങനെ നിധി അഡ്വക്കേറ്റിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത അഡ്വക്കേറ്റിനോട് നിധി പറയുന്നു, മാഡം ഞങ്ങൾ കോർട്ടിലേക്ക് വന്നു. അപ്പോൾ അഡ്വക്കേറ്റ് പറയണ, ഓക്കെ ഞാൻ അകത്തുണ്ട്, നിങ്ങൾ അകത്തേക്ക് കയറി വാ. ശരിയെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് നിധി സുധീഷിനെയും കൂട്ടി തിരക്കിനിടയിലൂടെ അകത്തേക്ക് പോവുകയാണ്. ഡിവോഴ്സിനായി ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർ അവിടെയുണ്ട്. അഡ്വക്കേറ്റിനെ കാണുന്ന നിധി പറയുന്നു, ഹായ് മാഡം. അരികിലേക്ക് വന്ന അഡ്വക്കേറ്റ് പറയണ, ഹായ് നിധി, ഹായ് സുധീഷ്, നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ രണ്ടുപേരും ഈ ഫോമിൽ സൈൻ ചെയ്യണം. നിധി സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സുധീഷ് വിഷമത്തോടുകൂടി നിധിയെയും അഡ്വക്കേറ്റിനെയും ഒന്ന് നോക്കിയിട്ട് സൈൻ ചെയ്യുന്നു. അഡ്വക്കേറ്റ് പറയുന്നു, കുറച്ചുനേരം വെയിറ്റ് ചെയ്യണേ, ഫസ്റ്റ് കേസ് നമ്മുടേതാ, അരമണിക്കൂറിനുള്ളിൽ വിളിക്കുമ്പോൾ മുന്നോട്ട് വന്നാൽ മതി. നിങ്ങളുടെ കേസ് നമ്പർ ആയിരിക്കും വിളിക്കുന്നത്. നിങ്ങളുടെ കേസ് നമ്പർ 6321 നിധി സുധീഷ് അങ്ങനെ ആയിരിക്കും വിളിക്കുക. അപ്പൊ നിങ്ങൾ മുന്നോട്ട് വന്നാൽ മതി. തുടർന്ന് ചുറ്റും നോക്കി സുധീഷ് പറയുകയാണ്, നിധി ഇതെന്താ ഇത്? മീൻ മാർക്കറ്റിൽ മീൻ വാങ്ങാൻ വരുന്ന ആൾക്കൂട്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ, എന്തൊരു തിരക്ക്? അപ്പൊ നിധി പറയുകയാണ്, അതാ എനിക്ക് മനസ്സിലാകാത്തത്. സുധീഷ് ചോദിക്കുന്നു, നിധി ഇത്രയും പേരും ഡിവോഴ്സ് വാങ്ങാൻ വേണ്ടി വന്നതാണോ? അപ്പൊ നിധി പറയുകയാണ്, ഇത് ഫാമിലി കോർട്ടല്ലേ, അപ്പം ഡിവോഴ്സ് വാങ്ങാൻ വന്നവര് തന്നെ ആയിരിക്കും. സുധീഷ് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് കയറി നിന്നാലോ? സുധീഷ് ചോദിക്കുന്നു, ഈ തെള്ളിനടിയിലൂടെ മുന്നിൽ പോയി നിൽക്കാനോ? അപ്പൊ നിധി പറയുകയാണ്, ഫസ്റ്റ് കേസ് നമ്മുടേതല്ലേ, അതാ നമ്മളെ ഇപ്പൊ തന്നെ മുന്നോട്ട് കയറി നിൽക്കാന്ന് വിചാരിച്ചത്. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി ഇതുവരെ ജഡ്ജി പോലും അകത്തേക്ക് കയറി വന്നിട്ടില്ല, കുറച്ച് സമയം കൂടി കഴിയട്ടെ. ജഡ്ജി വന്നതിന് ശേഷം നമുക്ക് മുന്നോട്ട് കയറി നിൽക്കാം. ഇത് കേട്ട് തലയാട്ടി വിയർത്ത് ക്ഷീണത്തോടു കൂടി നിൽക്കുകയാണ് നിധി. നിധി വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ, ഇരിക്കണോ? അതൊന്നും വേണ്ടാന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, വെള്ളം കുടിക്കുന്നോ? വേണ്ടാന്ന് സുധീഷ് പറയുമ്പോൾ, നിധി ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞ് സുധീഷ് പുറത്തിറങ്ങി വെള്ളം വാങ്ങിച്ച നിധിക്ക് കൊടുക്കുകയാണ്. തുടർന്ന് ജഡ്ജി അവിടേക്ക് വരുന്നു. അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് ജഡ്ജി വന്നില്ലേ, നമുക്കിനി മുന്നോട്ട് കയറി നിൽക്കാം, അപ്പോഴേ വിളിച്ചാ കേൾക്കത്തുള്ളൂ. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി ഇന്ന് കോർട്ടിന് ലീവ് ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പൊ നിധി പറയുകയാണ്, ജഡ്ജി വന്നിരുന്നു, ഇനിയും കോർട്ട് ലീവ് ആണെന്ന് ആരെങ്കിലും പറയുമോ? ഒന്ന് വെറുതെ ഇരിക്കും സുധീഷേ. ഈ സമയം കേസ് നമ്പറും സുധീഷിന്റെയും നിധിയുടെയും പേരും പ്രൊസീജിയർ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അവിടെ. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിധിയും സുധീഷും മുന്നോട്ട് വരുന്നു. ജഡ്ജി ചോദിക്കുന്നു, നിധി ആരാ? അപ്പൊ നിധി പറയണം, മേഡം ഞാനാണ്. ജഡ്ജി ചോദിക്കുന്നു, സുധീഷ്? ഞാനാണെന്ന് സുധീഷ് പറയുമ്പോൾ ജഡ്ജി ചോദിക്കണം, ഡിവോഴ്സ് ആണോ? നിധിയും സുധീഷും തലയാട്ടുമ്പോൾ അഡ്വക്കേറ്റ് പതിയെ പറയുന്നു, ആണെന്ന് പറ. അതെ മേഡം എന്ന് നിധി പറയുമ്പോൾ ജഡ്ജി ചോദിക്കുന്നു, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? അപ്പൊ നിധി പറയുകയാണ്, 4 months മാം. ഇത് കേട്ട് ജഡ്ജി ചോദിക്കുന്നു, 4 മാസോ? അതിനുള്ളിൽ ഡിവോഴ്സോ? ലവ് മാരേജ് ആയിരുന്നു? അതേ മേഡം എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. ജഡ്ജി ചോദിക്കുന്നു, ഡിവോഴ്സിനുള്ള കാരണം എന്താ? ഡിവോഴ്സിന് എന്താ കാരണമെന്ന്? അപ്പൊ നിധി പറയുകയാണ്, ഇഷ്ടമല്ല മാം. സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ നോക്കുന്നു. ജഡ്ജി ഒന്ന് ആലോചിച്ച് പേപ്പറിൽ എന്തോ എഴുതുകയാണ്. ഇത് കണ്ട് നിധി വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോൾ സുധീഷ് വളരെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. ജഡ്ജി പറയുന്നു, ഇവരെ കൗൺസിലിംഗിന് കൂട്ടിക്കൊണ്ടുപോകും. പെട്ടെന്ന് നിധിയുടെ മുഖം വാടുകയാണ്. അഡ്വക്കേറ്റ് പറയുന്നു, ഐ വിൽ ഡു ഇറ്റ് മാം. സുധീഷ് പതിയെ നിധിയോട് ചോദിക്കുന്നു, എന്താ നിധി? അപ്പോഴേക്കും അവിടെ അടുത്ത കേസ് നമ്പർ വിളിക്കുകയാണ്. നിധിയും സുധീഷും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അഡ്വക്കേറ്റും അവിടേക്ക് വരുന്നു. നിധി ചോദിക്കുന്നു, ഇത്രയുള്ളൂ മാഡം? അപ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ്, ഇത്രയുള്ളൂ. കേസ് കഴിഞ്ഞുവെന്ന്
സുധീഷ് ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ് പറയുന്നു കേസൊന്നും കഴിഞ്ഞിട്ടില്ല, കൗൺസിലിങ്ങിന് പോകാനാ പറഞ്ഞിരിക്കുന്നത്. ഡിവോഴ്സ് ചോദിച്ച ഉടനെ ജഡ്ജ് ഉടനെ ഡിവോഴ്സ് ഒന്നും തരില്ല. അന്ന് നിങ്ങൾ എന്നെ കാണാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ജഡ്ജ് കൗൺസിലിങ്ങിന് പറഞ്ഞു വിടുവെന്ന്. അതാ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ നിങ്ങള് കൗൺസിലിങ്ങിന് പോയാൽ നിങ്ങളോട് രണ്ടുപേരോടും സംസാരിക്കും. ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമല്ലാന്ന് അവരോട് പറയണം. ഇത് ജസ്റ്റ് ഫോർമാലിറ്റിയാ. കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ. അങ്ങനെ ഒരു ജൂനിയർ അഡ്വക്കേറ്റിനെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച് അഡ്വക്കേറ്റ് അകത്തേക്ക് പോവുകയാണ്. ജൂനിയർ അഡ്വക്കേറ്റ് നിധിയെയും സുധീഷിനെയും കൗൺസിലിംഗിനായി കൊണ്ടുവരികയാണ്. ഞങ്ങള് മാത്രം പോയാൽ മതിയെന്ന് നിധി ചോദിക്കുമ്പോൾ ജൂനിയർ അഡ്വക്കേറ്റ് പറയുന്നു അതെ മാഡം, വക്കീലിനൊന്നും അകത്തേക്ക് കയറി വരാൻ പറ്റില്ല, നിങ്ങൾ മാത്രം വേണം പോകാൻ. വാ സുധീഷ് എന്ന് പറഞ്ഞ് സുധീഷിനെ കൂട്ടി നിധി അകത്തേക്ക് പോവുകയാണ്. കൗൺസിലേഴ്സ് അവരോട് ഇരിക്കാനായി പറയുകയാണ്. ഒരാൾ ചോദിക്കുന്നു നിധിയും സുധീഷും അല്ലേ? അതേന്ന് അവർ പറയുമ്പോൾ ആ മേഡം പറയുന്നു കല്യാണം കഴിഞ്ഞിട്ട് 4 മാസം ആയതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ എന്താ ഡിവോഴ്സിന് വന്നത്? അപ്പൊ നിധി പറയുന്നു മേഡം ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം. ആ മേഡം പറയുകയാണ് അത് മനസ്സിലാവുന്നുണ്ട് നിധി, ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പൊ നിധി പറയുന്നു അത് ഞങ്ങൾ തമ്മിൽ ശരിയാകുന്നില്ല. ആ സാറ് പറയുകയാണ് 4 മാസം കൊണ്ട് എങ്ങനെ ശരിയാകാനാ? കല്യാണം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞാലല്ലേ ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റൂ. 4 മാസം കൊണ്ട് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സിനായി കോർട്ടിലേക്ക് വരുന്നത് ശരിയാണോ? പുതിയൊരു ജോലിക്ക് ചേർന്നാൽ പോലും 6 മാസം എടുക്കും നമ്മൾ അതുമായി സെറ്റാകാൻ. ഇത് ജീവിതത്തെ സംബന്ധിച്ചുള്ളതല്ലേ, സമയമെടുക്കും. നിങ്ങളുടേത് ലവ് മാരേജ് അല്ലായിരുന്നോ എന്ന് മേഡം ചോദിക്കുമ്പോൾ അതേന്ന് തലയാട്ടുകയാണ് സുധീഷ്. നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുന്നു. മേഡം ചോദിക്കുന്നു മോളുടെ സ്ഥലം എവിടെയാ? തക്കലയെന്ന് നിധി പറയുമ്പോൾ മേഡം ചോദിക്കാണ് സുധീഷിന്റെ സ്ഥലോ? ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണെന്ന് സുധീഷ് പറയുമ്പോൾ ആ മേഡം ചോദിക്കാണ് ലവ് മാരേജ് ആയിരുന്നിട്ട് 4 മാസം കൊണ്ട് എന്താ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ കോർട്ടിലേക്ക് വന്നത്? അപ്പൊ നിധി പറയുകയാണ് ഞങ്ങൾ തമ്മിൽ ശരിയാകുന്നില്ല മേഡം, ഞങ്ങൾ ഒരുമിച്ചാണ് ഡിവോഴ്സ് എന്ന തീരുമാനം എടുത്തത്. ഇത് കേട്ട സാറ് പറയുകയാണ് ഒരുമിച്ച് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നും തീരുമാനിച്ചൂടെ? ഇത് കേട്ട് നിധി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ് അതെ അങ്ങനെ തീരുമാനം എടുക്കാം. നിങ്ങൾ തമ്മിൽ പിരിയാൻ എന്താ കാരണമെന്ന് മേഡം ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് ഞങ്ങളുടെ ഇൻട്രസ്റ്റുകളൊന്നും കോമൺ ആയിട്ടുള്ളതല്ല മേഡം. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് നിധി എന്ന് മേഡം ചോദിക്കും. നിധി പറയുകയാണ് അതാണ് മേഡം റീസൺ. ആ മേഡം പറയുന്നു സുധീഷ് കുറച്ചു നേരം പുറത്ത് നിൽക്ക്, ഞാൻ നിധിയോട് സംസാരിച്ചിട്ട് സുധീഷിനെ വിളിക്കാം. ശരി മേഡം എന്ന് പറഞ്ഞ് സുധീഷ് വിഷമത്തോടുകൂടി പുറത്തേക്ക് പോവുകയാണ്. ആ മേഡം പറയുന്നു ഇനിയും പറ നിധി എന്താ കാരണം? അപ്പൊ നിധി പറയുകയാണ് ഞങ്ങൾ തമ്മിൽ ശരിയാകുന്നില്ല മേഡം, ഞങ്ങൾ ഒത്തുപോകില്ല, ഡിവോഴ്സ് കിട്ടിയാൽ മതിയെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ. ആ സാറ് ചോദിക്കുന്നു നിധി വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പൊ നിധി പറയുകയാണ് വർക്ക് ചെയ്യുന്നുണ്ട് സർ, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ആർക്കിടെക്ട് ആയിട്ട് വർക്ക് ചെയ്യുക. ഇത് കേട്ട് ആ സാറ് ചോദിക്കുന്നു നിധിയുടെ ഹസ്ബൻഡോ? അപ്പൊ നിധി പറയുന്നു സുധീഷ് ട്രാവൽസിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. ഇത് കേട്ട് ആ സാറ് പറയുകയാണ് പ്രണയിച്ചപ്പോ സ്റ്റാറ്റസ് ഒന്നും കണ്ണിൽ കണ്ടില്ലല്ലേ, കല്യാണം കഴിഞ്ഞ ഉടനെ സ്റ്റാറ്റസിന്റെ പ്രശ്നം വന്നു. അപ്പൊ നിധി പറയുന്നു സ്റ്റാറ്റസ് ഒന്നും കാരണമല്ല സർ, ഞങ്ങൾ തമ്മിൽ ശരിയാകുന്നില്ല, അത്രേ ഉള്ളൂ. ഇത് കേട്ട് ആ മേഡം പറയുന്നു ശരി നിധി പുറത്തേക്ക് പോയിട്ട് സുധീഷിനോട് വരാൻ പറ. ഇത് കേട്ട് നിധി പുറത്തേക്ക് പോകുമ്പോൾ ആ മേഡം ചോദിക്കുന്നു ഇത് കേട്ട് സാറിന് എന്താ തോന്നുന്നത്? അപ്പോൾ സാറ് പറയുകയാണ് ഇക്കാലത്തെ കുട്ടികളുടെ ഓരോ കാര്യങ്ങൾ. തുടർന്ന് സുധീഷ് അവിടേക്ക് വരുമ്പോൾ ആ മേഡം ചോദിക്കുന്നു സുധീഷിന്റെ ജോലി എന്താ? അപ്പോൾ സുധീഷ് പറയുന്നു ഞാനൊരു ട്രാവൽസിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുക. ഇത് കേട്ട് ആ മേഡം ചോദിക്കുന്നു സുധീഷ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നതാണോ നിധിയുടെ പ്രശ്നം? അപ്പൊ സുധീഷ് പറയുന്നു ഇല്ല മേഡം, അതൊന്നും നിധിക്കൊരു പ്രശ്നമേ അല്ല. ഇത് കേട്ട് ആ മേഡം ചോദിക്കണം അപ്പോ നിങ്ങളുടെ ഇടയിലെ പ്രശ്നം എന്താ? എന്തിനാ ഡിവോഴ്സ് വേണമെന്ന് പറയുന്നേ? ആ കുട്ടിയെ കണ്ടിട്ട് നല്ലൊരു പെൺകുട്ടിയായിട്ടാ തോന്നുന്നത്, നിങ്ങളെ കാണുമ്പോഴും നല്ലവരായിട്ടാ തോന്നുന്നത്. പ്രണയിച്ച് കല്യാണം കഴിച്ചവരല്ലേ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്ക്. പറയൂ സുധീഷ്, ഒരുമിച്ച് ജീവിക്കാൻ ട്രൈ ചെയ്തൂടെ? അപ്പൊ സുധീഷ് പറയണം മേഡം എനിക്ക് നിധിയുടെ ഒപ്പം ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നിധിക്ക് എന്റെ ഒപ്പം ഒരുമിച്ച് ജീവിക്കാൻ തോന്നുന്നില്ല. ഇത് കേട്ട് ആ മേഡം ചോദിക്കുന്നു അപ്പോ സുധീഷിന് ഡിവോഴ്സിന് സമ്മതമല്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ് അതെ മേഡം എനിക്ക് ഡിവോഴ്സിന് സമ്മതമല്ല, നിധിയാ ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത്. ഇത് കേട്ട് സാറ് പറയുകയാണ് സുധീഷ് ഇക്കാര്യം നിധിയോട് സംസാരിക്കണ്ടായിരുന്നോ? അപ്പൊ സുധീഷ് പറയുന്നു അതല്ല സർ, ഇതുവരെ നിധി എന്ത് ചോദിച്ചാലും ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പോ ഡിവോഴ്സ് ചോദിക്കുന്നു, എനിക്ക് ഡിവോഴ്സ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. ഞാനിത് നിധിയോട് സംസാരിച്ചു നോക്കിയിരുന്നു, പക്ഷേ ഡിവോഴ്സ് വേണമെന്നുള്ള വാശിയിലാണ് നിധി. ഇത് കേട്ട് തലയാട്ടി ആ മേഡം പറയുന്നു സുധീഷ് പോയി നിധിയെയും കൂട്ടിക്കൊണ്ടുവാ. തുടർന്ന് നിധിയും സുധീഷും അവിടേക്ക് വരുമ്പോൾ ആ മേഡം പറയുന്നു ദേ നോക്ക് മോളെ, കല്യാണം എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് 4 മാസത്തിനുള്ളിൽ ഡിവോഴ്സ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് ശരിയല്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് കേട്ട് നിധി ടെൻഷനോട് കൂടി ഇരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ് ഇവരെന്നെ സപ്പോർട്ട് ചെയ്താണല്ലോ സംസാരിക്കുന്നത്. ആ മേഡം പറയുന്നു നിങ്ങള് ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക, ഇപ്പൊ പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യണമെന്ന് തീരുമാനം എടുക്കാം. എന്തിന്? നിങ്ങൾക്ക് ഡിവോഴ്സ് മേടിക്കുകയും ചെയ്യാം. പിന്നെ സമാധാനത്തോടു കൂടി ആലോചിക്കുമ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നും. ഇതുപോലത്തെ കേസുകളെല്ലാം ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ജീവിതം നോർമൽ ആകുമെന്ന് ചിന്തിക്കേണ്ട, അതിനുശേഷം നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ജോലി ചെയ്യുന്ന ഓഫീസിൽ പോലും ഡിവോഴ്സ് എന്ന പേരിൽ വേണം ജോലി ചെയ്യാൻ. അത് തന്നെയാണ് എനിക്ക് സുധീഷിനോടും പറയാനുള്ളത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെറുപ്രായമാണ്, പ്രണയിച്ച് കല്യാണം കഴിച്ചവർ. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം പോലും ആയില്ല. ഈ ഡിവോഴ്സ് ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ചുനാൾ
നാള് ഒരുമിച്ച് ജീവിച്ചു നോക്ക്. ഇത് കേട്ട് നിധി പറയുന്നു, ഇല്ല മാഡം, ഞങ്ങൾക്ക് അതൊന്നും ശരിയാകില്ല. അപ്പോഴാ മാഡം പറയുകയാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ കുറച്ചു നാള് ഒരുമിച്ച് ജീവിക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോഴും ശരിയാകുന്നില്ലെങ്കിൽ കോർട്ടിലേക്ക് വാ. അപ്പൊ നിധി പറയണേ, ഇല്ല മാഡം, ഞാൻ നന്നായി ആലോചിച്ചാണ് ഈ തീരുമാനം എടുത്തത്. എത്ര നാളായാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാകില്ല. അപ്പോഴാ മാഡം പറയുകയാണ്, അതല്ല മോളെ, ഞാൻ എന്തിനു വേണ്ടിയാ പറയുന്നതെന്ന് വെച്ചാൽ. അപ്പൊ നിധി പറയണേ, പ്ലീസ് മാഡം, ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇവിടെ വരില്ലായിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ നോക്കുകയാണ്. തുടർന്ന് കോടതിയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന നിധിയും സുധീഷും ഒരു റെസ്റ്റോറന്റിൽ കയറി സ്നാക്സും ജ്യൂസും ഒക്കെ കഴിക്കുകയാണ്. നിധി പറയുന്നു, നല്ല വിശപ്പുണ്ട് സുധീഷ്, കഴിക്കും നിധി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, കോർട്ടില് അത്രയും പേരുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അപ്പൊ സുധീഷ് പറയണ, അതേ നിധി, ഞാനും ഞെട്ടിപ്പോയി. എത്ര കപ്പിൾസാ നിൽക്കുന്നത്. ഇപ്പോഴ് കല്യാണത്തിനേക്കാൾ കൂടുതൽ ഡിവോഴ്സാ നടക്കുന്നതെന്ന് തോന്നുന്നു. നിധി ചോദിക്കുന്നു, കല്യാണത്തിനേക്കാൾ കൂടുതൽ ഡിവോഴ്സ് എങ്ങനെ കൂടുതലാകും? കല്യാണം കഴിക്കാതെ എങ്ങനെ അവര് ഡിവോഴ്സ് ചെയ്യുന്നേ? അപ്പൊ സുധീഷ് പറയണ, ശരി, കല്യാണത്തിന് ഈക്വൽ ആയിട്ട് ഡിവോഴ്സ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഓക്കെ ആയോ? ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, ഞാൻ വിചാരിച്ചു സിനിമയിലൊക്കെ കാണുന്നത് പോലെ രണ്ട് കൂട്ടിൽ നിർത്തി ഞാൻ സത്യം മാത്രമേ പറയൂ എന്നൊക്കെ പറയിപ്പിക്കുമെന്ന്. അതുപോലെയൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ നിധി പറയണ, അത് ശരിയാണല്ലോ സുധീഷ്, സിനിമയിലൊക്കെ അങ്ങനെയല്ലേ കാണിക്കുന്നേ? ഞാനും വിചാരിച്ചു ജഡ്ജിന്റെ മുന്നിൽ വെച്ച് വക്കീല് നമ്മളോട് സംസാരിക്കും, ചോദ്യങ്ങൾ ചോദിക്കും, വലിയ വാദമൊക്കെ നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ പോയ വേഗത്തിൽ തന്നെ തിരിച്ചു വന്നു. എന്തൊരാൾക്കൂട്ടമായിരുന്നു, ഏതോ പച്ചക്കറി ചന്തയിൽ പോയതുപോലെ ഉണ്ടായിരുന്നു. സുധീഷ് പറയണ, ഈ നാട്ടിൽ ആരും ഒരുമിച്ച് ജീവിക്കുന്നില്ല എന്നാ തോന്നുന്നേ, എല്ലാം ഡിവോഴ്സ് കേസാ. അപ്പൊ നിധി പറയണ, സുധീഷ് അത് വിട്, കഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കാതെ പിരിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ അവര് തീരുമാനിച്ചത്. സുധീഷ് ചോദിക്കുന്നു, നിധി എന്താ എപ്പോ നോക്കിയാലും പിരിഞ്ഞ് ജീവിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ അപ്പോഴാ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കാണ്, സപ്പോർട്ട് ചെയ്തില്ലെന്നാണോ പറയുന്നേ? ശരി, അത് വിട്. അങ്ങനെ സുധീഷ് ജ്യൂസ് കുടിക്കുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ്, ഡിവോഴ്സ് കിട്ടിയാൽ സുധീഷ് എനിക്ക് ട്രീറ്റ് ചെയ്യണം. ഇത് കേട്ട് സുധീഷ് ചുമയ്ക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്തു പറ്റി സുധീഷ്? അപ്പൊ സുധീഷ് ചോദിക്കണേ, എന്താ പറഞ്ഞേ? അപ്പൊ നിധി പറയുകയാണ്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സുധീഷിനെ ഞാൻ ഒരു പ്രശ്നത്തിലാക്കി. കുറച്ച് നാളുകൊണ്ട് സുധീഷ് അതിൽ നിന്നും രക്ഷപ്പെടാൻ പോകുക. സുധീഷ് ഫ്രീ ആകുമല്ലോ, അപ്പൊ എനിക്ക് ട്രീറ്റ് തരണ്ടേ? സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇവളൊരുത്തി ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറയുന്നു. എന്റെ ഫീലിങ്സ് കുറച്ചെങ്കിലും ഇവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നിധി പറയണേ, എനിക്കൊരു വിഷമമുണ്ട്. സുധീഷ് വീണ്ടും ഒരു കല്യാണം കഴിച്ചാൽ അതിനെ സെക്കൻഡ് മാരേജ് എന്ന് എല്ലാവരും പറയും, ഫസ്റ്റ് മാരേജ് എന്ന് പറയില്ല. അപ്പൊ സുധീഷ് പറയണ, അത് സാരമില്ല, ഞാൻ നിധിയെ കൊണ്ടുപോയി ആ പെൺകുട്ടിയുടെ മുന്നിൽ നിർത്താം. നിധി തന്നെ എല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ മതി. ഞങ്ങൾ വെറുതെ കല്യാണം കഴിച്ചാണ്, ഞങ്ങളുടെ ഇടയിൽ ഒന്നുമില്ലെന്ന് നിധി തന്നെ പറഞ്ഞു കൊടുക്ക്. പുഞ്ചിരിച്ച തലയാട്ടി നിധി പറയുന്നു, ഞാൻ ഉറപ്പായിട്ടും പറയാം സുധീഷ്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നിധിക്ക് എന്നോട് എന്തൊരു സ്നേഹ. അപ്പൊ നിധി പറയുകയാണ്, പിന്നെ സ്നേഹം കാണാതിരിക്കുവോ? സുധീഷ് മനസ്സിൽ പറയുകയാണ്, സ്നേഹം കൊണ്ട് പിരിഞ്ഞു പോകാൻ തീരുമാനിക്കുന്നു. ഫസ്റ്റ് മാരേജിന്റെ ടെൻഷൻ തീരുന്നില്ല, അതിനിടയിലാണ് സെക്കൻഡ് മാരേജിനെ കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ സുധീഷ് പപ്സ് കഴിക്കുമ്പോൾ മീശയിലും ചുണ്ടിലും ഒക്കെ പപ്സ് ആകുകയാണ്. നിധി പറയുന്നു, സുധീഷ്, ചുണ്ടിലും മീശയിലും ഒക്കെ പപ്സായി, ഇവിടെയാണോ എന്ന് ചോദിച്ച് സുധീഷ് അത് തുടച്ചു കളയാൻ ശ്രമിക്കുകയാണ്. അവിടെ അല്ലാന്ന് പറഞ്ഞ് ടിഷ്യൂ പേപ്പർ എടുത്ത് നിധി തുടച്ചു കൊടുക്കുകയാണ്. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുമ്പോൾ നിധി സന്തോഷത്തോടു കൂടി പപ്സ് കഴിക്കുകയാണ്. പെട്ടെന്ന് ആലോചിച്ച് സുധീഷ് വീണ്ടും പപ്സ് തന്റെ മുഖത്തൊക്കെ ആക്കുകയാണ്. നിധി സുധീഷിനെ ശ്രദ്ധിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി, വീണ്ടും മുഖത്തൊക്കെ ആയോ? ദാ തുടച്ചോളൂ. അങ്ങനെ സുധീഷ് ടിഷ്യൂ എടുത്തു നീട്ടുമ്പോൾ നിധി പറയുകയാണ്, സുധീഷിന്റെ കൈ എത്തുമല്ലോ, തുടച്ചോ. അതെ അതെ എന്ന് പറഞ്ഞ് സുധീഷ് മുഖം തുടയ്ക്കുകയാണ്. തുടർന്ന് സുധീഷ് പറയുകയാണ്, നിധി, ഈ ഡിവോഴ്സ് ഒക്കെ മേടിക്കാൻ വന്നിട്ട് ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആദ്യത്തെ കപ്പിള് നമ്മളായിരിക്കും. അപ്പൊ നിധി പറയണ, അത് ശരിയാണല്ലോ, മറ്റാരായിരുന്നെങ്കിലും ഇപ്പൊ വഴ കിട്ടോണ്ടിരുന്നേനെ, നമ്മളാ ചേർന്നിരുന്ന പപ്സ് കഴിക്കുന്നവർ. ഇപ്പോ ഡിവോഴ്സ് ചോദിച്ച് വന്നവരെല്ലാം എന്താ ആഗ്രഹിച്ചായിരിക്കും കല്യാണം കഴിച്ചത്? ഡിവോഴ്സ് വാങ്ങുമ്പോൾ ഇരുവശത്ത് നിന്ന് ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് അവർ. നമ്മൾ ഇഷ്ടപ്പെട്ടവരെ വെറുക്കുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് സുധീഷ്. അപ്പൊ സുധീഷ് പറയണ, അതൊന്നും സാരമില്ല നിധി, നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാത്തതാണ് അതിനേക്കാളും കഷ്ടം. ഇത് കേട്ട് മൂടി ആസ്വദിച്ച് സ്നാക്സ് കഴിക്കുകയാണ് നിധി. സുധീഷ് സ്നേഹത്തോടു കൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ സുധീഷ്? അപ്പൊ സുധീഷ് പറയണ, ഇന്ന് നിധിയെ കാണാൻ എന്തോ ഒരു വ്യത്യാസം ഉള്ളതുപോലെ. നിധി ചോദിക്കുന്നു, അങ്ങനെയാണോ? വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ സുധീഷ് പറയണ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എപ്പോഴും നിധിയെ കാണാൻ നല്ല ഭംഗിയാ, പക്ഷെ ഇന്ന് എക്സ്ട്രാ ഭംഗി ഉള്ളതുപോലെ തോന്നുന്നു. പുഞ്ചിരിച്ച് നിധി ചോദിക്കുന്നു, അങ്ങനെയാണോ? താങ്ക് യു സുധീഷ്. നമ്മൾ ഇനി എത്ര തവണ കൗൺസിലിംഗിന് പോകേണ്ടി വരുമെന്നൊന്നും അറിയില്ല. ഞാൻ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ഡിവോഴ്സ് വേണോന്ന് പറഞ്ഞാൽ ജഡ്ജ് ഡിവോഴ്സ് തരുമെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ സുധീഷ് പറയണ, അവരെന്നെ തനിച്ച് വിളിച്ച് സംസാരിച്ചില്ലേ, അപ്പൊ പോലും അവര് ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തില് എനിക്ക് പോലും തോന്നിപ്പോയി, രണ്ട് മുതിർന്നവരല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നേ, ഒരുമിച്ച് ജീവിച്ചാലോ എന്ന് പോലും എനിക്ക് തോന്നി. നിധി എന്താ പറയുന്നത്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ചാലോ? അപ്പൊ നിധി പറയണ, ഒന്ന് പോ സുധീഷേ, നമ്മൾ തമ്മിൽ ഒട്ടും ശരിയാകില്ല. ആരോ പറഞ്ഞെന്ന് കരുതി ട്രൈ ചെയ്യാൻ പറ്റുമോ? നമ്മൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാനേ പാടില്ല. സുധീഷ് വേറെ, ഞാൻ വേറെ, ടോട്ടലി ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ്. ഇതൊന്നും നമ്മള് ചിന്തിക്കാൻ പോലും പാടില്ല. നമുക്ക് രണ്ടുപേർക്കും അത് നല്ലതിനല്ല. സുധീഷ് മനസ്സിൽ പറയുന്നു, വെറുതെ ഓരോന്ന് ചോദിക്കുക, ഒന്ന് മിണ്ടാ
മിണ്ടാതിരിക്കും സുധീഷ്. വെറുതെ ഓരോന്ന് ചോദിച്ച് അപമാനിതനാകണ്ട. മുഖത്തടിച്ചതുപോലെ മറുപടി കിട്ടും. അങ്ങനെ സുധീഷ് സ്നാക്സ് കഴിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി സുധീഷിനോട് സംസാരിക്കുകയാണ് നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്